നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹമായിരുന്നു. പിതാവായ ദൈവം നമ്മോട് കാട്ടിയ ഏറ്റവും വലിയ സ്നേഹമായിരുന്നു പുത്രനായ ഈശോയെ നമുക്ക് വേണ്ടി വിട്ടു തന്നു. പുത്രനായ ഈശോ ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ടി എന്താ ചെയ്തത്? തൻ്റെ ജീവൻ തന്ന് നമ്മളെ സ്നേഹിച്ചു. ഈ സ്നേഹമാണ് നാം മറന്നുപോയത്. ദൈവത്തിൻ്റെ ഈ സ്നേഹവലയത്തിൽ നിന്നും അവൻ്റെ സ്നേഹം അനുഭവിച്ച മനുഷ്യൻ ദൈവസ്നേഹം മറന്നുപോയപ്പോൾ ആ ദൈവം പറഞ്ഞൊരു പരാതിയും ആ ദൈവം പറഞ്ഞ ഒരു കണ്ണീരും ആ ദൈവത്തിൻ്റെ ഒരു വിലാപവും വെളിപാട് പുസ്തകത്തിൽ കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ വലിയൊരു വിലാപം, ദൈവത്തിൻ്റെ വലിയൊരു സങ്കടം വെളിപാട് പുസ്തകത്തിൽ കിടപ്പുണ്ട്. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ തിരുവചനം പറയുന്ന ഇപ്രകാരമാണ്: എങ്കിലും നിനക്കെതിരെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വളരെ വേദനയോടെ ദൈവം മനുഷ്യനോട് പറയുകയാണ്, മനുഷ്യ, എങ്കിലും നിനക്കെതിരെ എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. എന്താണത്? എന്തായിരുന്നു അത്? ആർക്കെങ്കിലും അറിയോ? ദൈവം പറഞ്ഞു വെക്കുകയാ, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും അപ്പൻ്റെ അമ്മയുടെ എല്ലാം കൈപിടിച്ച് ദേവാലയത്തിലേക്ക് വന്നുകൊണ്ടിരുന്നവരാ. കർത്താവിനെ ഒരുപാട് സ്നേഹിച്ചുകൊണ്ടിരുന്നവരാ. സ്നേഹത്തോടെ കുദാശ സ്വീകരിച്ചുകൊണ്ടിരുന്നവരാ. സ്നേഹത്തോടെ കുദാശ സ്വീകരിച്ച് നന്ദിയോടെ നാം ഈ ദേവാലയത്തിൽ നന്ദി പറഞ്ഞ് ജീവിച്ചവരാ. കാലങ്ങൾ മാറിക്കൊണ്ടിരുന്നപ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നടക്കാതെ പോയപ്പോൾ, നമ്മുടെ സങ്കടങ്ങൾ കൂടിയപ്പോൾ ഞാൻ ഈ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകാൻ തുടങ്ങി. ദൈവം അപ്പം പറയുകയാ, നിനക്കെതിരെ എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ, എന്നോട് തന്നെയാണ് അല്ല ദൈവം ഇത് പറഞ്ഞതെന്ന്? എന്നോടല്ല ഇത് ദൈവം പറഞ്ഞതെന്ന് പറയാൻ പറ്റുമോ? ദൈവം ആരോടാ പറഞ്ഞത്? എന്നോടാ പറഞ്ഞത്. ദൈവം എന്നോടാ പറഞ്ഞത്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം എന്ത് ചെയ്ത് നമ്മൾ കൈവിട്ടു. പഴയ ആ ദൈവസ്നേഹം നമുക്ക് കൈവിട്ടു. നമുക്കറിയാം, മുമ്പ് ഒരു 10 വർഷം മുമ്പ് ഈ തീരദേശ മേഖലയിലൂടെ നടന്നു പോകുമ്പോൾ, ഈ ഓരോ ഇടവഴി കൂടെ നടന്നു പോകുമ്പോൾ കുടുംബത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ ശബ്ദം പുറത്ത് കേൾക്കാമായിരുന്നു. കേട്ടിട്ടില്ലേ നിങ്ങൾ? കേട്ടിട്ടില്ലേ? ഇപ്പോൾ ഉണ്ടോ? ഇപ്പൊ കേൾക്കുന്ന എന്താ? TV-യിലെ കമൻട്രിയാ, വഴക്ക. ആദ്യമുണ്ടായിരുന്ന ആ സ്നേഹം, ദൈവത്തോടുണ്ടായിരുന്ന ആ അടുപ്പം നാം കൈവിട്ടു. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം തുടങ്ങിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിരുന്ന് ഈ നടന്നു പോകുമ്പോൾ നാം കേട്ടുകൊണ്ടിരുന്ന നന്മ നിറഞ്ഞ മറിയമേ എന്ന് നമ്മുടെ അമ്മമാരുടെ പ്രാർത്ഥന മുടങ്ങിപ്പോയി. നമ്മുടെ സ്നേഹം നഷ്ടപ്പെട്ടു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം മാറ്റിവെച്ചിരുന്ന സമയം നഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹമാണ്. നാം പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും നമുക്ക് പലതും നേടിയെടുക്കാൻ വേണ്ടിയാ. പക്ഷെ അതാവരുത് നമ്മുടെ പ്രാർത്ഥന. നേടിയെടുക്കാൻ വേണ്ടി ആവരുത് നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രചാരിക്കണം നമ്മുടെ പ്രാർത്ഥന. ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ദൈവം പറഞ്ഞത്, നിനക്കെതിരെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ പഴയ സ്നേഹം നീ നഷ്ടപ്പെടുത്തി തിരിച്ചു പോകണം. നമ്മുടെ ദൈവത്തെ സ്നേഹിക്കണം. ദൈവം വീണ്ടും നിലവിളിക്കുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ 1-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു നിലവിളി കിടപ്പുണ്ട്. ദൈവം നിലവിളിക്കുന്ന ഇപ്രകാരമാണ്: ആകാശമേ കേൾക്കുക, ഭൂതലമേ ചെവിതരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെ അറിയുന്നുണ്ട്, കഴുത തൻ്റെ യജമാനനെ അറിയുന്നുണ്ട്, എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. എന്തൊരു വേദനയാ പ്രിയമുള്ളവരെ! കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു വേദനയാണ്. കർത്താവിൻ്റെ ഏറ്റവും വലിയ വേദന എന്താ? മനുഷ്യൻ അവൻ ദൈവത്തെ മറന്നു പോകുന്നതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വേദന. താൻ സൃഷ്ടിക്കുകയും കൊണ്ടു നടക്കുകയും പാത്ത് പരിപാലിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ അവൻ ദൈവത്തെ മറന്നു പോകുന്നതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വേദന. പ്രിയമുള്ള, ആ വേദനയാ ദൈവത്തിന് ഒരിക്കലും, ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ദൈവത്തിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റാത്ത ദൈവത്തിൻ്റെ വലിയ വേദനയായി കിടക്കുന്ന ആ വേദന തീർക്കേണ്ട ഉത്തരവാദിത്വം, ആ വേദനയുടെ ആഴം കുറയ്ക്കേണ്ട ഉത്തരവാദിത്വം നാം ഓരോരുത്തർക്കും ഉള്ളതാണ്. ഞാൻ നഷ്ടപ്പെടുത്തിയ എൻ്റെ പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് നിയമാവർത്തന പുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. നിയമാവർത്തനം 6-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം: നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടി നീ
നീ സ്നേഹിക്കണം. സ്നേഹിക്കുവോ? പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിച്ച ഒരു മനുഷ്യനെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്നു. 22-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. അബ്രഹാം തൻ്റെ അവസാന നാളിൽ കിട്ടിയ മകനെ, ദൈവത്തെ സ്നേഹിച്ചപ്പോൾ ദൈവം കൊടുത്ത ആ മകനെ ദൈവം പറയുകയാണ്, നിന്റെ ഏക സന്താനത്തെ നീ കൊണ്ടുപോയി ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് എനിക്ക് വേണ്ടി ദഹന ബലി അർപ്പിക്കണം. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം എന്തെങ്കിലും ചിന്തിച്ചോ? അബ്രഹാം പിറുപിറുത്തോ? അബ്രഹാം സങ്കടപ്പെട്ടോ? ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അബ്രഹാം ആ ഇസഹാക്കിനെ കൊണ്ട് മലയിലേക്ക് കയറിപ്പോകുകയാണ്. രാത്രി അബ്രഹാത്തോട് ദൈവം പറഞ്ഞു, നാളെ നീ ഇസഹാക്കിനെ കൊണ്ട് മോറിയ മലയിലേക്ക് പോകണം. പിറ്റേന്ന് രാവിലെ തന്നെ അബ്രഹാം എഴുന്നേറ്റ് മകനെ കൊണ്ട് ബലിയർപ്പിക്കാൻ പോവുകയാ, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, അബ്രഹാം ദൈവത്തെ അത്രയേറെ സ്നേഹിച്ചു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവമാണെന്ന് ജോബ് വിളിച്ചു പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ വലിയ ദുരന്തമുണ്ടായപ്പോൾ, തൻ്റെ ജീവിതത്തിൽ താൻ സ്നേഹിച്ചത് മുഴുവൻ നഷ്ടപ്പെട്ടപ്പോൾ, തൻ്റെ മക്കളെ മുഴുവൻ നഷ്ടപ്പെട്ടപ്പോൾ, തൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടപ്പോൾ, തൻ്റെ ശരീരത്തിൽ വ്രണങ്ങൾ വന്ന് അഴുകി ഇങ്ങനെ ഇറ്റിറ്റ് വീണ് തുടങ്ങിയപ്പോൾ ഭാര്യ പറഞ്ഞു, ഇനിയും നീ എന്തിനാണ് ഈ ദൈവത്തെ വിളിക്കുന്നത്? ഇനിയും എന്തിനാണ് ഈ ദൈവത്തെ നീ സ്നേഹിക്കുന്നത്? പ്രിയമുള്ളവരെ, ജോബ് പറഞ്ഞു വെച്ച വളരെ മനോഹരമായൊരു വാക്യമുണ്ട്. ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും ആ മാംസത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, കർത്താവേ മഹത്വം. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതം. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ വിട്ടുപോകില്ല. പ്രാർത്ഥനയ്ക്ക് തൻ്റെ ജീവിതത്തിൽ തുടങ്ങി വെച്ചതൊരിക്കലും നഷ്ടപ്പെടുത്തത്തില്ല. ആ പ്രത്യാശ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവമാണെന്നുള്ള പ്രത്യാശ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള പ്രത്യാശ അബ്രഹാം വിശ്വസിച്ചു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദൈവമാ. അതുകൊണ്ടാ സ്വന്തം മകനെ കൊണ്ട് ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കാൻ വേണ്ടി കടന്നുപോയത്. ഒന്നും ചിന്തിക്കാതെ, ഒന്നിനെക്കുറിച്ച് ആലോചിക്കാതെ, പെറുപിറുക്കാതെ, സങ്കടം പറയാതെ അബ്രഹാം ഇസഹാക്കിനെ കൊണ്ടുപോയത് ദൈവം എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. നാം സ്നേഹിക്കുന്ന ദൈവം, നാം സ്നേഹിക്കുന്ന ദൈവം, നാം സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തോട് അടങ്ങാത്തൊരു സ്നേഹം വേണം. നമ്മുടെ ജീവിതത്തിൽ നാം പലരെയും സ്നേഹിക്കുന്നുണ്ടല്ലേ? പ്രേമിക്കുന്നവരുണ്ട്. പ്രേമിക്കുന്നവരെന്താ ചെയ്യുന്നത്? എപ്പോഴും കാണാൻ വേണ്ടി ആഗ്രഹിക്കും. പ്രേമിക്കുന്നവരെപ്പോഴും കാണാൻ വേണ്ടി ആഗ്രഹിക്കും, എപ്പോഴും കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കും. എൻ്റെ ദൈവത്തെ കാണണമെന്നുള്ള അടങ്ങാത്തൊരാഗ്രഹം. ആ ആഗ്രഹം ഉണ്ടെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഓടി നമ്മൾ എവിടെ വരും? ഈ അൾത്താരയ്ക്ക് മുമ്പിൽ വരും. എൻ്റെ ദൈവത്തെ ആ തിരുവോസ്തിയിൽ എൻ്റെ നാവിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്ന എൻ്റെ ദൈവത്തെ കാണാൻ വേണ്ടി ദാഹത്തോടെ ഓടി വരും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ബലി ഈ അൾത്താരയിൽ കീറി മുറിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ സകലതും തരാൻ കഴിവുള്ള, സകലതും തരാൻ നന്മയുള്ള ഈ ദൈവത്തിൻ്റെ ബലിയുടെ കീറി മുറിയുമ്പോൾ ഇതിനോട് നിനക്ക് ദാഹമുണ്ടോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിനോടുള്ള ദാഹത്തോട് കൂടിയാണോ ഇറങ്ങുന്നത്? അതിനോടുള്ള സ്നേഹത്തോട് കൂടിയാണോ ഇറങ്ങുന്നത്? ഈശോയോടുള്ള സ്നേഹത്തോട് കൂടിയാണോ? എൻ്റെ ഈശോയെ സ്വീകരിക്കാനും വേണ്ടിയുള്ള തിടുക്കം, ഈശോയെ സ്വീകരിക്കാനുള്ള ഓട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടോ? എൻ്റെ ദൈവത്തോട് എനിക്ക് സ്നേഹം വേണം. എൻ്റെ ദൈവത്തെ നാം സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി, അതാണ് ശ്രദ്ധിക്കേണ്ട വചനം. നന്മയ്ക്കായി പരിണമിപ്പിക്കും. പരിണമിക്കുന്നു എന്നല്ല, പരിണമിപ്പിക്കും, മാറ്റും. ദൈവം സകലതും നന്മയ്ക്കായി മാറ്റും. നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുരന്തവും,
എല്ലാ കഷ്ടപ്പാടുകളും, എല്ലാ വേദനയും, നീ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവനാണെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി നന്മയ്ക്കായി അത് മാറ്റും, നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാ പൗലോസ് ചോദിച്ചത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും, നമ്മുടെ ജീവിതത്തിലുള്ള സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും. പ്രിയമുള്ളവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35 തിരുവചനം കാണുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പട്ടിണിയോ, വാളോ, നഗ്നതയോ, മരണമോ? ഒന്നിനും, എൻ്റെ ജീവിതത്തിലെ ഒരു സഹനത്തിനും, എൻ്റെ ജീവിതത്തിലെ ഒരു വേദനയ്ക്കും, പട്ടിണിക്കും, നഗ്നതയ്ക്കും, വാളിനും, ദുരിതത്തിനും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണം. അതുപോലെ അടങ്ങാത്തൊരു ദാഹം എൻ്റെ ജീവിതത്തിൽ വേണം. അതുകൊണ്ട് ആ സങ്കീർത്തകൻ വീണ്ടും പറഞ്ഞു വെച്ചത് 91-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും, അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, കർത്താവേ മഹത്വം, കർത്താവേ ആരാധന. അതുകൊണ്ട് ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുമെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം കാട്ടിത്തരുന്നുണ്ട്. സുഭാഷിതങ്ങൾ 8-ാം അധ്യായം 21-ാം തിരുവചനം അങ്ങനെ പറയുകയാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറക്കും. കർത്താവ് എന്താ പറഞ്ഞു? എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറക്കും. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകാത്തൊരവസ്ഥ ഉണ്ടാകുമെന്ന് വചനം എഴുതി വയ്ക്കുകയാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകാത്തൊരവസ്ഥ വീണ്ടും നാം കാണുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 57-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം, തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു, അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പെരുവെയിലിൽ തണലും, ഇടറാതിരിക്കുവാൻ സംരക്ഷണവും വീഴാതിരിക്കുവാൻ ഉറപ്പുമാണ്. കർത്താവിനെ തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ വേണോ, നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ വേണോ അത് സകലതും തന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം കൂടെയുള്ളപ്പോൾ ആ ദൈവത്തെ നാം സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, ആ ദൈവത്തെ നാം സ്നേഹിക്കണം, ആ ദൈവത്തെ നിരന്തരം നാം സ്നേഹിക്കണം. അതുകൊണ്ടാണ് ദാവീദ് തൻ്റെ ജീവിതത്തിൽ തെറ്റുപറ്റി എന്നറിഞ്ഞപ്പോൾ, ദാവീദ് പാപം ചെയ്തുവെന്ന് ബോധ്യമുണ്ടായപ്പോൾ നാഥാൻ പ്രവാചകൻ ദാവീദിനോട് വിളിച്ചു പറഞ്ഞില്ലേ, നീ ചെയ്തത് പാപമാണെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് അനുതപിച്ചു. പിന്നീട് അങ്ങോട്ട് കാണുന്നത് മുഴുവനും ദാവീദ് ദൈവത്തെ സ്നേഹിക്കുകയാണ്. ആട്ടിടയനായിരുന്ന ബാലനെ പിടിച്ച് രാജാവാക്കിയ ദൈവം, ആ ദൈവത്തിൻ്റെ സ്നേഹം മറന്ന് ദാവീദ് വ്യഭിചാരം ചെയ്തു. പ്രിയമുള്ളവരെ, ആ ദൈവത്തിൻ്റെ സ്നേഹം മറന്ന് ദാവീദ് പാപം ചെയ്തു. ഇത് പാപമാണെന്ന് ദൈവം ദാവീദിന് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ദാവീദ് അനുതപിച്ചു. ഇനി എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കും, ഇനി എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ദാവീദ് പ്രതിജ്ഞ എടുത്തു. ആ ദാവീദ് വീണ്ടും ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ദാവീദായി മാറുകയാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട തിരിച്ചറിവ്. നാം മുമ്പ് ദൈവത്തോടുണ്ടായിരുന്ന ആ സ്നേഹം നാം നഷ്ടപ്പെടുത്തിയ ആ പഴയ സ്നേഹത്തിലേക്ക് നാം തിരിച്ചു പോകണം. ദാവീദ് വീണ്ടും പറയുക, സങ്കീർത്തനം 119-ാം അധ്യായം 32-ാമത്തെ തിരുവചനം, അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരോട് അങ്ങ് ചെയ്യുന്നത് പോലെ എന്നിലേക്ക് തിരിഞ്ഞ് കരുണ തോന്നണമേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ദാവീദാണ്. കർത്താവേ, അങ്ങയെ സ്നേഹിക്കുന്നവരോട് അങ്ങ് കരുണ കാണിക്കുന്നത് പോലെ എന്നിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണ കാണിക്കണമെന്ന് നിലവിളിക്കുന്ന ഒരു ദാവീദിനെ കാണുന്നുണ്ട്. കാരണം ദാവീദിന് മനസ്സിലായി താൻ ചെയ്തത് തെറ്റാണെന്ന്, താൻ ചെയ്തത് ദൈവത്തിൻ്റെ മുമ്പിൽ തിന്മയാണെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് നിലവിളിയോടെ പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങയെ സ്നേഹിക്കുന്നവരോട് കരുണ കാണിക്കുന്നത് പോലെ എന്നിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദാവീദ് മനസ്സിലായി എൻ്റെ ശക്തിയുടെ ഉറവിടം ദൈവമാണെന്ന് ദാവീദിന് മനസ്സിലായപ്പോൾ ദാവീദ് വീണ്ടും പറഞ്ഞു വെക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം 1-ാമത്തെ തിരുവചനം,
കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിയുന്ന നന്മകൾ ഓർക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ കാട്ടുന്ന കരുണയോർക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുന്നത് അറിയുമ്പോൾ, നാമും പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാ, നാമും തീരുമാനിക്കേണ്ടത് ഇങ്ങനെയാ: ദൈവമേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും. കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരായി നമുക്ക് മാറാം. പ്രിയമുള്ളവരെ, ഇനി നാം ചിന്തിക്കേണ്ടതും ഇനി നാം പ്രയത്നിക്കേണ്ടതും കൂടുതൽ തീഷ്ണതയോടെ നാം ജീവിക്കേണ്ടത് കർത്താവിനെ സ്നേഹിക്കാനായിരിക്കണം. വീണ്ടും നാം കാണുന്നുണ്ട് സങ്കീർത്തന പുസ്തകം 116 അധ്യായം 1 തിരുവചനം: ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു, അവിടുന്ന് എനിക്ക് ചെവി ചായ്ച്ചു തന്നു, ഞാൻ ജീവിതകാലം മുഴുവനും അവിടുത്തെ വിളിച്ചപേക്ഷിക്കും. ദാവീദ് പറയുക, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ നിലവിളിയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ചെവി ചായ്ച്ചു തന്നു. പ്രിയമുള്ളവരെ, നീ പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കാൻ വേണ്ടി ചെവി ചായ്ച്ചു തരുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്ന് ദാവീദ് കാട്ടിത്തരികയാ. പ്രാർത്ഥിക്കുമ്പോൾ ചെവി ചായ്ച്ചു തരുന്ന ഒരു ദൈവമുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല, രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. പിന്നെയോ നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റി, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് ദൈവത്തെ മറന്നുള്ള ജീവിതം. നാം ചിന്തിക്കും വ്യഭിചാരവും സ്വവർഗഭോഗവും സ്വയംഭോഗവും ബ്ലൂ ഫിലിമൊക്കെയാണ് വലിയ വലിയ പാപങ്ങളെന്ന്. ഏറ്റവും വലിയ പാപം ദൈവത്തെ മറന്നുള്ള ജീവിതമാണ്. ദൈവത്തിൽ വിശ്വാസമില്ലാതുള്ള ജീവിതമാണ് ഏറ്റവും വലിയ പാപം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നതും ഇത് തന്നെയാണ്. ധൂർത്തപുത്രന് പന്നിക്കൂട്ടിൽ കിടന്നപ്പോൾ ബോധ്യമുണ്ടായതുപോലെ നമുക്ക് ബോധ്യമുണ്ടാവണം. നാം ഇന്ന് സഹനങ്ങളാകുന്ന പന്നിക്കൂട്ടില, നാം ഇന്ന് വേദനയാകുന്ന പന്നിക്കൂട്ടില, നാം ഇന്ന് ദുഃഖത്തിൻ്റെ പന്നിക്കൂട്ടില. പ്രിയമുള്ളവരെ, ബോധ്യമുണ്ടാവണം, എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് സുഖമായി ജീവിക്കുവാനുള്ള സൗകര്യമുണ്ട്. നഷ്ടപ്പെട്ടു പോയത് മുഴുവനും തിരിച്ചു തരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം. ആ മകൻ ധൂർത്തപുത്രൻ അപ്പൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു ചെല്ലുമ്പോൾ അപ്പൻ കാട്ടുന്ന ഒരു കാര്യമുണ്ട്. അപ്പൻ ആ വചനത്തെ എഴുതി വെച്ചത് ഇപ്രകാരമാ: ദൂരെ വെച്ച് തന്നെ പിതാവ് മകനെ കണ്ടു. മകനല്ല കണ്ടത്, ദൂരെ വെച്ച് തന്നെ ആ പിതാവ് മകനെ കണ്ടു. ദൂരെ വെച്ചൊരു മകനെ കാണണമെങ്കിൽ ആ മകനെയും കാത്ത് പടിപ്പുരയിലിരിക്കുന്ന ഒരു അപ്പനുണ്ടാവണം. നമ്മളെയും കാത്ത് പടിപ്പുരയിലിരിക്കുന്ന ഒരപ്പനുണ്ട് പ്രിയമുള്ളവരെ. നമ്മളെയും കാത്ത് ബലിയൊരുക്കി കാത്തിരിക്കുന്ന ഒരു ഈശോയുണ്ട് പ്രിയമുള്ളവരെ. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവം ഈ അൽത്താരയിലുണ്ട്. നാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാത്തിരിക്കുന്ന ഒരു ദൈവം. ഇവനിങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ആ അപ്പൻ അവിടുന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് ഓടിച്ചെല്ലുകയാ. ഓടിച്ചെന്ന് അവനെങ്ങനെ കെട്ടിപ്പിടിക്കുകയാ. അവനെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുത്തു. അവൻ്റെ വസ്ത്രം മാറ്റി അവന് പുതിയ വസ്ത്രം കൊടുത്തു. അവൻ്റെ കാലിലേക്ക് ആ പിതാവ് നോക്കുമ്പോൾ അവൻ്റെ കാലിൽ ചെരുപ്പില്ല, അവൻ്റെ കാലിൽ പുതിയൊരു ചെരുപ്പിട്ട് കൊടുത്തു. അവൻ്റെ വിരലിലേക്ക് നോക്കുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്ന മോതിരമില്ല, അവന് മോതിരം കൊടുത്തു. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയത് മുഴുവനും അവൻ എങ്ങനെയാണോ എൻ്റെ ഭവനത്തിൽ നിന്ന് പോയത് അതേപോലെ അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അത് മുഴുവനും തിരികെ കൊടുത്ത ഒരപ്പൻ അവനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇതേപോലെ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് മുഴുവനും തിരിച്ചു തരാൻ കഴിവുള്ള ഒരപ്പൻ്റെ ബലിയുടെ ഉണ്ട്. ഒരപ്പൻ്റെ സ്നേഹം ഈ അൽത്താരയിലുണ്ട്. ഒരപ്പൻ്റെ കൂദാശ ഈ പള്ളിയിലുണ്ട്. പ്രിയമുള്ളവരെ, തിരികെ വരണം. ഈ ദൈവത്തെ നാം ഒരുപാട് മറന്നു പോയിട്ടുണ്ട്. ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം. നാം ആരാധനയ്ക്ക് വേണ്ടി നാം ഒരുങ്ങാൻ പോവുകയാണ്. ഈ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നീ ഇവിടെ വന്നത് കുറേ നിയോഗങ്ങളൊക്കെ ആയിട്ടായിരിക്കാം.
ഒരുപാട് പ്രാർത്ഥനയുമായിട്ടായിരിക്കാം ഈ ദേവാലയത്തിൽ ഇപ്പോൾ നാം ഇരിക്കുന്നത്. കർത്താവിൻ്റെ വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ തിരുവചനം. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എന്താ പറഞ്ഞത്? ബാക്കിയുള്ളതെന്നാണോ പറയുന്നത്? ബാക്കിയുള്ളതെന്നാണോ പറഞ്ഞത്? എന്താ വചനം? ബാക്കിയുള്ളതെല്ലാം നിന്റെ ജീവിതത്തിന് വേണ്ടതെല്ലാം, നിന്റെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളത് മുഴുവനും കൂട്ടിച്ചേർത്ത് വെച്ച് തരും. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും. ആ ക്രിസ്തുവിനെ സ്നേഹിച്ചു അപ്പത്തിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന കർത്താവ് ഇന്ന് ഈ അൽത്താരയിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി അപ്പത്തിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുമ്പോൾ ഈശോയോട് പറയാനുണ്ടാകുന്ന ഒരൊറ്റ പ്രാർത്ഥന, ഇന്ന് ഈ ദേവാലയത്തിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു പ്രാർത്ഥന, കർത്താവെ അങ്ങയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. കർത്താവിനെ സ്നേഹിക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിലേക്ക് തിരികെ പോകാം. നമ്മുടെ അസ്വസ്ഥതകളും എല്ലാം മാറ്റിവെച്ചു കർത്താവിനെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ളത് മുഴുവനും ചേർക്കപ്പെടും. അതുകൊണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം പറഞ്ഞു വെക്കുന്നത്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും കർത്താവായ ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരുന്നാണോ? നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. അവിടെ ഇങ്ങനെ എഴുതി വെക്കുക, എല്ലാം പൂർണ്ണതയിൽ തരുന്നൊരു ദൈവം. നിനക്ക് എന്തെല്ലാം ഈ ഭൂമിയിൽ ആവശ്യമുണ്ടോ അതിൻ്റെ പൂർണ്ണതയിൽ തരുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം, ആ ദൈവത്തെ സ്നേഹിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടി സ്നേഹിക്കുമെന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. 10 കൽപ്പന വെട്ടി മുറിച്ച് 2ആക്കി തന്നപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇതായിരുന്നു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം. ആ സ്നേഹത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ അൽത്താരയിൽ ഈശോ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ കുറവിന് പരിഹാരമായ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദിവ്യകാരുണ്യനാഥനായി നമ്മുടെ മുന്നിലേക്ക് വന്ന ഈശോയിലേക്ക് നമുക്ക് ദാഹത്തോടെ നോക്കാം. സങ്കീർത്തകൻ ഇപ്രകാരം പറയുന്നുണ്ട്, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ നോക്കിയിരിക്കുന്നു. ഈശോയിലേക്ക് നോക്കിയിരിക്കാൻ നോക്കാം.
ഈശോയിലേക്ക് മാത്രം നോക്കി വേറെ ആരിലേക്കും ശ്രദ്ധിക്കാതെ ഈശോയിലേക്ക് മാത്രം നോക്കി നമുക്കിരിക്കാം. കർത്താവിൻ്റെ വലിയ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എത്രയോ തവണ നാം അനുഭവിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഈശോയെ സ്നേഹിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ തിരക്ക് മൂലം ഈശോയെ ഞാൻ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് വാക്ക് കൊടുക്കാം. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കും. പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ, നമ്മളെ കാണുന്ന, നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൈവത്തെ നമുക്ക് ഒന്ന് ചേർന്ന് പാടി ആരാധിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അവിടുത്തെ നമുക്ക് പാടി കരങ്ങളടിച്ച് ഒത്തിരി സ്നേഹത്തോടുള്ളൊരു ആരാധനയാണ്. നമ്മുടെ മനസ്സിൻ്റെ പിരിമുറുക്കങ്ങളും എല്ലാം മാറ്റിവെച്ച് ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. നമുക്ക് ഗായക സമൂഹത്തോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് സന്തോഷത്തോടെ, അതിനേക്കാൾ ഉപരി വലിയ സ്നേഹത്തോടെ, ദൈവസ്നേഹത്തോടെ എല്ലാം മറന്ന് സന്തോഷത്തോടെ നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം. ശക്തിയോടെ കരമടിച്ചു എല്ലാം മറന്നു എന്റെ ദൈവത്തെ സ്നേഹത്തോടെ നമുക്ക് ആരാധിക്കാൻ പറ്റുമുള്ളവരെ ചേർന്ന് പാടി. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാ, ചേർന്ന് പാടിക്കോ, പാടി ആരാധിച്ചോ. ഞാൻ ആരാധിക്കുന്നത് എൻ്റെ ദൈവത്തെയാ, എന്നെ സ്നേഹിച്ച, എൻ്റെ ജീവിതത്തിൽ അനുദിനം ഇടപെടുന്ന, എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ദൈവം. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ഞാൻ ആരാധിക്കുന്നത് മാലാഖമാർ ആരാധിക്കുന്ന ദൈവത്തെയാ, വിശുദ്ധർ ആരാധിക്കുന്ന ദൈവത്തെയാ, പരിശുദ്ധ അമ്മ ആരാധിക്കുന്ന ദൈവത്തെയാ. ഈ ദൈവത്തെ മനുഷ്യൻ ആരാധിക്കുമ്പോൾ സ്വർഗം സന്തോഷിച്ച് സ്വർഗം നമ്മോടൊപ്പം ആരാധിക്കുകയാ. പ്രിയമുള്ളവരെ, ഈ വലിയ ആരാധനയിൽ എല്ലാം മറന്ന് വലിയ സ്നേഹത്തോടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സ്നേഹക്കുറവുകളൊക്കെ ഓർത്ത് വലിയ സ്നേഹത്തോടെ എൻ്റെ ദൈവത്തെ, നമുക്ക് സ്വന്തമായി കിട്ടിയ എൻ്റെ സ്വന്തം ദൈവത്തെ, എൻ്റെ സ്വന്തം ചങ്കായ ദൈവത്തെ നമുക്ക് ചങ്കോട് ചേർത്ത് വെച്ച് നമുക്ക് സ്നേഹത്തോടെ അവിടുത്തെ പാടി ആരാധിക്കാം. ചേർന്ന് പാടിക്കോ. ആരാധിക്കാം, ഒന്ന് ചേർന്ന് പാടി, ഒന്ന് ചേർന്ന് പാടി ആരാധിക്കാം. ശക്തിയോടെ പൂർണ്ണമായും വിട്ടുകൊടുത്ത് സർവശക്തിയോടെ ഞാൻ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, സ്നേഹത്തോടെ ഞാൻ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ. എൻ്റെ ജീവിതത്തിൽ നീ ചൊരിഞ്ഞല്ലാതെ ഒരു നന്മയുമില്ല, എൻ്റെ ജീവിതത്തിൽ തന്നതല്ലാതെ ഒരു നന്മയുമില്ല. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ നന്മകളെയും ഓർത്ത്, ഞങ്ങൾ ഇടവകയിൽ ചൊരിഞ്ഞ എല്ലാ നന്മകളെയും ഓർത്ത്, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ ഇടവകയിൽ നീ ചൊരിഞ്ഞ എല്ലാ നന്മകളെയും ഓർത്ത് ഒരു സമൂഹമായി ഞങ്ങൾ ഒന്നു ചേർന്ന്, ഞങ്ങൾ ഒരു സമൂഹമായി ആദിമസഭയിലെ കൂട്ടായ്മ പോലെ, കർത്താവേ, അങ്ങയുടെ ശിഷ്യന്മാരെ പോലെ ഒന്നു ചേർന്ന് ഞങ്ങൾ അങ്ങനെ പാടി ആരാധിക്കുന്നു കർത്താവേ. ശക്തിയോടെ പാടാം. ബന്ധന വഴിയും കെട്ടുകളെ ആരാധനയും കോട്ടകൾ തകരും.
ഒരുമയോടെ ഐക്യത്തോടെ പാടാൻ പറ്റുമുള്ളവരെ ഒരു സമൂഹമായി ഒന്നു ചേർന്ന് ആരാധിക്കാം. കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. ഈശോയെ മഹത്വം, മഹത്വം കർത്താവേ. ആരാധന കർത്താവേ. നമ്മൾ ഒന്നു ചേർന്ന് അവിടുത്തെ ആരാധിക്കാത്ത രണ്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തുതിച്ചോ. രണ്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കോ. കർത്താവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. അതിരം തുറന്ന് വിളിച്ചോ മക്കളെ, അതിരം തുറന്ന് വിളിച്ചോ. ഈ സ്നേഹമാണ് നിന്റെ സ്തുതി, ഈ സ്നേഹമാണ് നിന്റെ ആരാധന. ആ കർത്താവിനെ വിളിച്ചോ. ഈശോയെ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. വലിയ സ്നേഹത്തോടെ ഈശോയിലേക്ക് നോക്കിക്കേ. വലിയ ദാഹത്തോടെ ഈശോയിലേക്ക് നോക്കിക്കേ. ഈശോയിലേക്ക് മാത്രം നോക്കിക്കേ. നിനക്ക് വേണ്ടി ഒരുപാട് സഹിച്ച കർത്താവ്, നിനക്ക് വേണ്ടി ഒരുപാട് നൊന്ത ദൈവം. അതൊക്കെ കർത്താവിൻ്റെ വേദനയിൽ ഒന്നുമല്ലായിരുന്നു. അതിനേക്കാൾ ഉപരി അവൻ്റെ ഹൃദയം നൊന്തത് നീ അകന്നു പോയപ്പോഴാണ്. മകളെ നീ അകന്നു പോയപ്പോഴാണ് അവൻ നൊന്തത്. കൊതിയോടെ നിനക്ക് വേണ്ടി അത്ര നാൾ കാത്തിരുന്നു കർത്താവ്. കൊതിയോടെ ഒരുപാട് നാൾ കാത്തിരിക്കുകയാണ് കർത്താവ്. എനിക്ക് വേണ്ടി ഈ അൾത്താരയിൽ എത്രയോ ദിവസം കാത്തിരുന്നു. കർത്താവിനോട് പറയാൻ, കർത്താവേ ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്നെ മറന്നൊരു ജീവിതം ഉണ്ടാകത്തില്ല കർത്താവേ. വലിയ സ്നേഹത്തോടെ കർത്താവിലേക്ക് നോക്കി ഈശോ നമ്മോടൊരു കാര്യം ചോദിക്കുകയാണ്. ഈശോ നിന്നോടൊരു കാര്യം ചോദിക്കുകയാണ്. പത്രോസിനോട് ചോദിച്ച അതേ ചോദ്യം. പത്രോസേ, നീ ഇവയേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവ് ഈ അൾത്താരിലിരുന്നു കൊണ്ട് നമ്മളോട് ചോദിക്കുന്ന ഇപ്രകാരമാണ്, മകനെ, മകളെ, നീ ഇവയേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുവോ? നിന്റെ സമ്പത്തിനേക്കാൾ അധികം, നിന്റെ കുടുംബത്തേക്കാൾ അധികം, നിന്റെ ജോലിയേക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് വളരെ വേദനയോടെ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ വീണ്ടും ചോദിച്ചു, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നു? പത്രോസ് വീണ്ടും പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമ്മൾ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാ. ദൈവത്തെ സ്നേഹിക്കുന്നോ എന്ന് ചോദിച്ചാൽ നാം ഇതുപോലെ പറയും, ഉവ്വ് കർത്താവ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് കർത്താവേ, ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്നുണ്ട് കർത്താവേ. കർത്താവ് മൂന്നാം പ്രാവശ്യവും പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയമുള്ളവരെ, മൂന്നാമത്തെ പ്രാവശ്യം കേട്ടപ്പോൾ പത്രോസിൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി. പത്രോസിൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ടായി. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്നും നിനക്കറിയാലോ. പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം അറിയാവുന്നൊരു ദൈവമാണിത്. നാം എത്രത്തോളം ഈ ദൈവത്തെ സ്നേഹിച്ചിട്ടുണ്ട്. ഒന്ന് നെഞ്ചത്ത് കൈവച്ചൊന്ന് ആത്മാർത്ഥതയോടെ ചിന്തിച്ച് നോക്കിക്കേ. എൻ്റെ ദൈവത്തെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. കർത്താവേ, ഇനി ഞാൻ നിന്നെ സ്നേഹിക്കും കർത്താവേ. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം പറഞ്ഞ് ഞാൻ നിന്നെ സ്നേഹിക്കും കർത്താവേ. ഇനി എപ്പോഴും തീഷ്ണതയോടെ ഞാൻ ഈ ദേവാലയത്തിലേക്ക് വരും. ഞായറാഴ്ച ബലിയർപ്പത്തിന് വേണ്ടി ഞാൻ തീഷ്ണതയോടെ വരും കർത്താവേ. എൻ്റെ ഈശോയെ കാണാൻ, എൻ്റെ ഈശോയെ കാണാൻ, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ദൈവത്തെ കാണാൻ വലിയ തീഷ്ണതയോടെ വരും കർത്താവേ. കർത്താവിൻ്റെ നമുക്ക് വാക്ക് കൊടുക്കാം. ഈശോയുടെ മുമ്പ് വാക്ക് കൊടുക്കാം, കർത്താവേ, വലിയ തീഷ്ണതയോടെ ഞാൻ നിൻ്റെ അരികിലേക്ക് വരും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ കൈവിടാത്ത ദൈവമാണ്. ഒരിക്കലും കൈവിടാത്ത ദൈവം. നമ്മെ നിരന്തരം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം നമ്മെ നിരന്തരം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. നമ്മ എവിടെ പോയാലും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഞാൻ കാണുന്നുണ്ട്, നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാകും. പ്രിയമുള്ളവർ, ജോഷിയോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ദൈവമായ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവും. പ്രിയമുള്ളവരെ, കൂടെയുള്ളൊരു ദൈവം. ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ മനുഷ്യൻ തനിച്ചാവരെന്ന് ആഗ്രഹിച്ച ദൈവം അവൻ്റെ ശരീരത്തെ നിസ്സാരമാക്കി, ഈ ഗോതമ്പപ്പം പോലെ നിസ്സാരമാക്കി നമുക്ക് വേണ്ടി മാറ്റിയ ദൈവം. കർത്താവ് കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചു. ഈ ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ അവൻ്റെ കൂടെ നാം ഉണ്ടോ? അവൻ്റെ കൂടെ നാം ഉണ്ടോ?
ഈ വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. ഈശോ കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ച് നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ കൂടെ ഞാനും നിങ്ങളും ഉണ്ടോ? പ്രിയമുള്ളവരെ, ഈ ചോദ്യം എൻ്റെ മനസ്സിനെങ്ങനെ വേട്ടയാടണം. കർത്താവേ, ജീവിതത്തിൻ്റെ ജോലി തിരക്ക് മൂലം, അലസത മൂലം, മടി മൂലം എത്രയോ പ്രാവശ്യം അവസരങ്ങളുണ്ടായിട്ടും നിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റാതെ പോയി. കർത്താവേ, ഇനി ഞാൻ നിന്നെ സ്നേഹിക്കും. കർത്താവിനോട് നമുക്ക് വാക്ക് കൊടുക്കാം, ഇനി ഞാൻ നിന്നെ സ്നേഹിക്കും കർത്താവേ, കൂടുതൽ ആഴത്തിൽ നിന്നെ ഞാൻ സ്നേഹിക്കും. ഈശോയോട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണേ കർത്താവേ, ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ എന്ന് നമുക്ക് പാടാം. ഈശോ പിശാച് ബാധിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ അരികിലേക്ക്, ദുഷ്ടാത്മാവ് ബാധിച്ച് ശവക്കല്ലറയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ അരികിലേക്ക് ഈശോ നടന്നു വന്നപ്പോൾ അവൻ ഈശോയോട് നോക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട്. നസ്രേനായ ദൈവത്തിൻ്റെ പുത്ര, നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? പ്രിയമുള്ളവരെ, അവൻ ചോദിച്ച ആ ചോദ്യം നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാം. കർത്താവേ, നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണേ കർത്താവേ. നിന്നെ സ്നേഹിക്കാൻ വേണ്ടി എൻ്റെ ഹൃദയം നീ തുറക്കണേ കർത്താവേ. ഇതുപോലുള്ള എൻ്റെ ഹൃദയം മാറ്റി മാംസള ഹൃദയം തരണേ കർത്താവേ. ഈശോ പറഞ്ഞത് അങ്ങനെയാ, ഞാൻ നിനക്ക് പുതിയൊരു ഹൃദയം തരും. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നമുക്ക് സ്വന്തമാക്കാൻ പ്രിയമുള്ളവരെ. നമ്മുടെ കല്ല് പോലുള്ള ഹൃദയം, മടി പിടിച്ചിരിക്കുന്ന ഹൃദയം, അലസത നിറഞ്ഞ ഹൃദയം, അതെല്ലാം തകർത്ത് കർത്താവ് തരുന്ന മാംസളമായ ഹൃദയം സ്വന്തമാക്കി, കർത്താവെ ആഴത്തിൽ എന്നോട് ഇടപെടണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുമേലായിരിക്കും. ഏറ്റവും വലിയ ശാന്തതയോടെ ആ കാരുണ്യത്തിലേക്ക് നോക്കി, ദിവ്യകാരുണ്യനാഥനിലേക്ക് നോക്കി, കണ്ണെടുക്കാതെ നോക്കി, കർത്താവിൻ്റെ മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കി നമുക്ക് മുട്ടുമേലായിരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്ന സമയമാണ്. കർത്താവ് നമ്മെ ആശീർവദിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ഈശോയുടെ വലിയ ആശീർവാദം കർത്താവ് നമ്മളെ ആശീർവദിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്നെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. എനിക്ക് നിന്നെ സ്നേഹിക്കണം കർത്താവേ. എന്നെ ഒരുപാട് സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന കർത്താവേ, എനിക്ക് നിന്നെ സ്നേഹിക്കണം. നിൻ്റെ ഹൃദയത്തോട് എന്നെ ചേർത്ത് വെക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ ഹൃദയത്തോട് എന്നെ ചേർത്ത് വെക്കണമേ. ഈ ലോകത്തിൻ്റെ ഒന്നിനും പറിച്ചു മാറ്റാൻ പറ്റാത്ത വണ്ണം, ഈ ലോകത്തിൻ്റെ ഒരു സുഖത്തിനും, ഈ ലോകത്തിൻ്റെ ഒരു ദുരന്തത്തിനും, ഈ ലോകത്തിൻ്റെ സഹനത്തിനും, ഈ ലോകത്തിലെ സങ്കടങ്ങൾക്കും പറിച്ചു മാറ്റാൻ പറ്റാത്ത വണ്ണം കർത്താവേ, എന്നെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമെന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, അങ്ങയുടെ ഹൃദയത്തോട് എന്നെ ചേർത്ത് വെക്കണമെന്ന് ദാഹത്തോടെ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം.